ഗൗതം TS കേരള 8ാം റാങ്ക്. ജിപ്മർ പോണ്ടിച്ചേരിയിലാണ് അദ്ദേഹം അഡ്മിഷൻ കരസ്ഥമാക്കിയത്. കേരളത്തിലെ 8ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 426ാം സ്ഥാനവും നേടിയ തൃശൂർ സ്വദേശി ഗൗതം TS ബുർലിൻ പാലായിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് ഈ ലക്ഷ്യം നേടിയത്. അധ്യാപകനായ സുനിൽ ടിയുടെയും സ്വകാര്യ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഷീബ CP-യുടെയും മകനാണ് ഗൗതം. ജിപ്മർ പോണ്ടിച്ചേരിയിൽ അദ്ദേഹത്തിന് പ്രവേശനം നേടി 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും ബുർലിൻ വിക്ടറി ഡേയിൽ ഗൗതമിന് സമ്മാനിച്ചു. ഹായ്, എൻ്റെ പേര് ഗൗതം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ നീറ്റ് 2025 എക്സാമിന് എനിക്ക് 621 മാർക്സും ഓൾ ഇന്ത്യ റാങ്ക് 426 നേടാൻ സാധിച്ചു. സോ ഞാൻ കറന്റ് ജോയിൻ ചെയ്തിരിക്കുന്നത് ജിപ്മർ പോണ്ടിച്ചേരി ക്യാമ്പസിലാണ്. സോ ജിപ്മറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നീറ്റ് പ്രെപ്പ് സമയത്ത് പോലും എൻ്റെ ഡ്രീം ക്യാമ്പസ് ആയിരുന്നു ജിപ്മർ. സോ എന്നെ ഇവിടെ എത്താൻ ഹെൽപ്പ് ചെയ്ത ബെർലിനോട് ഞാൻ നന്ദി പറയുന്നു. ജിപ്മർ ബേസിക്കലി ഒരു INI ആണ്. INI എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ജിപ്മറിൽ അക്കാഡമിക്സും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ലെക്ചേഴ്സ് എടുക്കാൻ വരുന്ന പ്രൊഫസേഴ്സ് പോലും ഓൾ ഇന്ത്യ അക്രോസ് MBBS സ്റ്റുഡൻസ് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സിന്റെ ഓത്തേഴ്സ് ആണ് എനിക്ക് ഇവിടെ ലെക്ചേഴ്സ് എടുക്കാൻ വരുന്ന പ്രൊഫസേഴ്സ്. അതേപോലെ തന്നെ സോ നമുക്കറിയാം ഫാക്കൽറ്റീസ് എല്ലാം ടോപ്പ് നോച്ച് ആണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ ലെക്ചർ ഹോൾസ് എല്ലാം സെൻട്രലൈസ് കണ്ടീഷൻഡ് ആണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഏകദേശം 2 മാസമായി. സോ ഈ 2 മാസത്തിൽ തന്നെ ഇഷ്ടം പോലെ ഇന്റർ കോളേജ് കൾച്ചറൽ ഫെസ്റ്റും അക്കാഡമിക് ക്വിസസും അക്കാഡമിക് കോൺഫറൻസുകളും നടക്കുന്നുണ്ട്. സോ അക്കാഡമിക്സ് ആണെങ്കിലും കോ കരിക്കുലേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇമാജിൻ ചെയ്യുന്ന ഒരു ഐഡിയൽ കോളേജ് ലൈഫ് തന്നെയാണ് നമുക്ക് ജിപ്മറിൽ കിട്ടുന്നത്. അക്കാഡമിക്സിന്റെ അത്ര ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെ കോ കരിക്കുലേഴ്സിനും ഉണ്ട്. സോ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലുള്ള നിങ്ങളുടെ സ്കിൽസ് കാണിച്ചെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ജിപ്മർ ഇവിടെ തരുന്നുണ്ട്. പിന്നെ ജിപ്മറിലുള്ള സംഭവമാണ് EC എന്ന് പറയുന്നത്. EC എന്ന് വെച്ചാൽ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിന് സോ എല്ലാ വീക്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അനാട്ടമി, ഫിസിയോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ OPD കൊണ്ടുപോകും. എന്നിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറസ്പോണ്ടിങ് കേസിനോട് ക്ലിനിക്കൽ കേസിനോട് നമുക്ക് എക്സ്പോസ് ചെയ്ത് തരും. സോ അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. സോ ബേസിക്കലി പേഷ്യന്റ് ഡോക്ടർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈഡിനോടുള്ള ഒരു എക്സ്പോഷർ തുടക്കത്തിലേ നമുക്ക് കിട്ടും. സോ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഞാൻ ഇവിടെ ജിപ്മറിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിലൊന്നും വേറെ അധികം മെഡിക്കൽ കോളേജുകളിലൊന്നും ഞാനിത് കാണുന്നില്ല. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് EC. ബെർലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെർലിൻ നമുക്ക് അറിയാം എല്ലാം ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ് തന്നെയാണ്. സോ അവരുടെ ലെക്ചേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇനിയിപ്പോ അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന അസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഈ ഫാക്കൽറ്റീസിന്റെ ലെക്ചേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ബെർലിന്റെ ലേണിംഗ് ആപ്പ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ലൈബ്രറി ഫെസിലിറ്റീസ്. ഞാൻ പാല റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പാലയിൽ R1 ബാച്ചിലാണ് പഠിച്ചത്. സോ അവിടെ തന്നെ മെന്റേഴ്സ് ആണെങ്കിലും എൻ്റെ ക്ലാസ് ടീച്ചറും ഹോസ്റ്റൽ വാർഡന്മാരും നമുക്കറിയാം നീറ്റ് ജേർണി എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. സോ എൻ്റെ ഡൗൺ മൊമെന്റ്സിൽ എന്നെ ഹോൾഡ് ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ ക്ലാസ് ടീച്ചർമാരോടും എൻ്റെ ഹോസ്റ്റൽ വാർഡന്മാരോടും ഞാൻ നന്ദി പറയുന്നു. അടുത്ത വർഷം മീറ്റ് എഴുതാൻ പോകുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത് ഒബ്വിയസ്ലി ബയോളജി, മെയിൻ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ മാക്സിമം നിങ്ങൾ NCERT വായിക്കാൻ നോക്കുക. തറവ് ആയിരിക്കണം. തറവ് ലൈൻ ബൈ ലൈൻ ആയി അറിഞ്ഞിരിക്കണം. കാരണം ദോസ് ആർ ലൈക് ഫാക്ട് ബേസ്ഡ് സബ്ജക്റ്റുകളാണ്. സോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യണം, കുറെ കാര്യങ്ങൾ റിട്ടൈൻ ചെയ്ത് പിടിക്കണം മെമ്മറിയിൽ. സോ വീണ്ടും റിവൈസ് ചെയ്യാം. ബയോളജി ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രി തിയറി വീണ്ടും റിവൈസ് ചെയ്യുക. മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. സോ റിവിഷൻ ഇസ് ദ കീ. പിന്നെ ഓർഗാനിക്കിൽ വരുമ്പോൾ കുറച്ച് മെമ്മറൈസേഷൻ പാട്ടും എന്നാൽ കുറച്ച് കോൺസെപ്റ്റൽ പാട്ടും ഉണ്ട്. സോ കോൺസെപ്റ്റ് വൃത്തിക്ക് പഠിക്കുക. സാർമാരുടെ ലെക്ചർ നോട്ട് എടുക്കുക. ലെക്ചർ നോട്ട് വൃത്തിക്ക് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കോൺസെപ്റ്റ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡന്റ് ആവാൻ പറ്റും. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിലും ഫിസിക്സിലേക്കും വരുമ്പോൾ നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ ബേസ്ഡ് സബ്ജക്റ്റുകളാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഈവൻ ചില കോൺസെപ്റ്റ്സ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ചിലപ്പോൾ കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി കിട്ടും. ഞാൻ അങ്ങനെയാണ് മാക്സിമം കുറെ കോൺസെപ്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ പഠിച്ചത്. ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ കുറെ ഫിസിക്സിലെ കുറെ കോൺസെപ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത മെയിൻ 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് ബുക്കും ഷോർട്ട് നോട്ട്സും ആണ്. സോ മിസ്റ്റേക്ക് ബുക്സ് ഉണ്ടാക്കുക. ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ എക്സാമിന് ശേഷവും 35 ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ
ഒരു ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു. എന്നിട്ട് അത് കോൺസ്റ്റന്റ്ലി റിവൈസ് ചെയ്യുകയും ചെയ്യായിരുന്നു. സോ ഇനി ആ ക്വസ്റ്റ്യൻ വീണ്ടും വന്നു ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. സോ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെക്കുക. പേഴ്സണലി നീറ്റ് 2025 എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും 1-2 എക്സാമിന് 1-2 ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ബുക്കിൽ നിന്ന് സിമിലർ ആയി തോന്നി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാനും അത് സ്കോർ ചെയ്യാനും പറ്റി. സോ ബേസിക്കലി മിസ്റ്റേക്ക് ബുക്ക് എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. എന്റെ ഇത്രയും സ്കോർ നേടാൻ സാധിച്ചതിൽ മെയിൻ കമ്പോണന്റ് മിസ്റ്റേക്ക് ബുക്ക് തന്നെയാണ്. അതുപോലെ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ മാക്സിമം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കാം. ഈ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ കൺസൈസ് ആക്കി 1-2 പേജിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ബ്രേക്സ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മറച്ചു വെക്കുക, റിവൈസ് ചെയ്യാൻ പറ്റും. സോ റിവിഷൻ ഇസ് ദ കീ ടു സക്സസ്. നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മെമ്മറിയിൽ കോൺസെപ്റ്റ് ഒക്കെ റീറ്റെയിൻ ചെയ്ത് നിൽക്കും. സോ മാക്സിമം റിവൈസ് ചെയ്യാൻ നോക്കുക. സോ കുറെ ബുക്സ് ഒന്നും മരി വെച്ച് പഠിക്കാതെ 1-2 ബുക്ക് എടുത്ത് വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. സോ ഞാനെങ്ങനെയായിരുന്നു അധികം ബുക്സ് ഒന്നും ഞാൻ റെഫർ ചെയ്തിരുന്നില്ല, കുറച്ച് ബുക്സ് റെഫർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ റെഫർ ചെയ്യുന്ന ബുക്സ് ഒക്കെ നന്നായി വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. സോ മെയിൻലി അതൊക്കെ തന്നെയാണ്. അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ ആസ്പിറൻസിനോടും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.